ദേശീയ സാർവദേശീയ രംഗത്ത് നിലനിൽക്കുന്ന സമീപനങ്ങളും കേരളീയ സമൂഹത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങളുടെയും അതിനെയാകെ വിലയിരുത്തിക്കൊണ്ടുള്ളതാണ് രാഷ്ട്രീയ സ്ഥിതിഗതികൾ. കേരളത്തിൽ ജന്മിത്വത്തിനെ അവസാനിപ്പിക്കാൻ കഴിഞ്ഞു. ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും സജീവമായി നിലകൊള്ളുന്ന ഈ ജന്മിവർഗം കേരളത്തിൽ ഇല്ലാതായി. അത് സ്വാഭാവികമായും ഉണ്ടായ ഒന്നല്ല. ഇടതുപക്ഷത്തിന്റെ, പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഫലപ്രദമായ രാഷ്ട്രീയ സംഘടനാ ഇടപെടലിലൂടെയാണ് നിയമനിർമ്മാണം നടത്തി കാർഷിക ഭൂപരിഷ്കരണ ഭേദഗതി നിയമം 1969 ഒക്ടോബർ 14-ാം തീയതി കേരള നിയമസഭ പാസാക്കി. ആ പാസാക്കിയ നിയമം പിന്നീട് അധികാരത്തിൽ വന്ന ഗവൺമെന്റ് നടപ്പിലാക്കാതിരിക്കുന്നുവെന്ന് വന്നപ്പോൾ പാർലമെന്റേതര മാർഗം ജനകീയ സമരത്തിലൂടെ 1970 ജനുവരി മാസം 1-ാം തീയതി മുതൽ ആ നിയമം പ്രാവർത്തികമാക്കുമെന്ന് പ്രഖ്യാപിച്ച് നടത്തിയ ഐതിഹാസിക പോരാട്ടത്തിലൂടെയാണ് 5 സെന്റ് മുതൽ 15 ഏക്കർ വരെ ഭൂമി കുടികിടപ്പുകാർക്കും കുടിയാന്മാർക്കും കൃഷിക്കാർക്കും നേടാൻ സാധിച്ചത്. ഇപ്പോൾ കേരളത്തിൽ ഇന്ത്യയിലെല്ലാ മേഖലയിലുമുള്ള ഈ വർഗം തന്നെ ഇല്ലാതായി എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇപ്പോൾ കേരളത്തിന്റെ ജന്മിത്വം അവസാനിപ്പിക്കാൻ കഴിഞ്ഞു എന്ന് പറയുന്നതോടുകൂടി ഇതിന്റെ തുടർച്ചയായി ഉണ്ടാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, കേരളത്തിൽ ജനാധിപത്യ വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ട് ജന്മിത്വം അവസാനിപ്പിക്കുന്നതിലൂടെ രൂപപ്പെട്ടു വരുന്ന ആശയങ്ങൾ അത് സൂക്ഷ്മാംശത്തിൽ പരിശോധിക്കേണ്ടതാണ്. ഒരു ഇടത്തരം വിഭാഗം കേരളത്തിൽ സജീവമായി വളർന്നു വന്നിട്ടുണ്ട്. ഗ്രാമ നഗരങ്ങൾ തമ്മിലുള്ള അന്തരം കേരളത്തെ സംബന്ധിച്ചിടത്തോളം കുറയുകയാണ്. നഗരവൽക്കരണം ശക്തി പ്രാപിക്കുന്ന നിലയാണ് ഉള്ളത്. ഈ സാമൂഹ്യ വികാസത്തെയെല്ലാം മനസ്സിലാക്കി വേണം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് കേരളത്തിലെ സംഘടനാ രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ. ഇതൊരു ഭാഗത്ത് വ്യക്തതയോടുകൂടി കാണുമ്പോൾ തന്നെ വർഗീയതയുടെ വികസനം കേരളത്തിന്റെ രാഷ്ട്രീയ സാമൂഹിക ജീവിതത്തിൽ പ്രധാനപ്പെട്ട പ്രശ്നമായിട്ട് വന്ന് ചേരുന്നുണ്ട്. വർഗീയതയും വലതുപക്ഷ ശക്തികളും തമ്മിലുള്ള കൂട്ടുകെട്ടിന് പുതിയ മാനങ്ങൾ ഉണ്ടാവുകയാണ്. നേരത്തെ ആർഎസ്എസ് വലതുപക്ഷത്തെ വിജയിപ്പിക്കാൻ വോട്ട് ചെയ്തിരുന്നു. പക്ഷേ പട്ടാമ്പിയിലും ഇഎംഎസിനെതിരായിട്ട്, പാലക്കാട് എകെജിക്കെതിരായിട്ട് ആർഎസ്എസ് വോട്ട് യുഡിഎഫിന് അനുകൂലമായിട്ട് നൽകുന്ന സ്ഥിതി മുമ്പ് ഒരു ഘട്ടത്തിൽ അവർ പ്രയോഗിച്ചിരുന്നു. യുഡിഎഫ് അത് നേടുകയും ചെയ്തിരുന്നു. പിന്നീടാണ് നിങ്ങൾക്കെല്ലാം അറിയുന്നത് പോലെ കോലീബി സഖ്യം, വടകര ബേപ്പൂർ സഖ്യം രൂപപ്പെട്ടത്. നേരത്തെ പറഞ്ഞ പട്ടാമ്പിയിലും പാലക്കാടും ഇഎംഎസും എകെജിയും ജയിച്ചിട്ടുണ്ട്. കോലീബി സഖ്യത്തിന്റെ ഭാഗമായിട്ട് രൂപപ്പെട്ട ബേപ്പൂരും വടകരയും ഇടതുപക്ഷ പ്രസ്ഥാനം ജയിച്ചിട്ടുണ്ട്. അത് മാറി യുഡിഎഫിന്റെ വോട്ടുകൾ ബിജെപിയിലേക്ക് ചെന്ന് അവരെ വിജയിപ്പിക്കുന്ന പ്രവണതയും ദൃശ്യമാവുന്ന കാര്യം ഞങ്ങൾ വെച്ചു. നേരത്തെ ഉള്ളതല്ല ഇപ്പോഴത്തെ ചിത്രം. യുഡിഎഫിന്റെ വോട്ടുകൾ, അതാണ് തൃശൂരും പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലുമൊക്കെ നമ്മൾ കണ്ടത്. ബിജെപിയിലേക്ക് വോട്ട് നൽകുന്ന തൃശൂർ ഇപ്പോൾ അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണമാണ്. ഇവിടെ തിരുവനന്തപുരത്തുണ്ടായ
കോർപ്പറേഷൻ വാർഡിലും അവിടെ പഞ്ചായത്ത് നടന്ന തെരഞ്ഞെടുപ്പിൽ SDPIക്ക് ജയിക്കാൻ സാധിക്കുന്ന നില രൂപപ്പെടുത്തുന്ന പ്രശ്നത്തിലും എല്ലാം നോക്കിയാൽ നേരത്തെ 2 പ്രാവശ്യം UDF അനുകൂലമായ RSSന്റെ വോട്ട് വിതരണവും പിന്നീട് ഇവരെ കൂട്ടായിട്ടുള്ള ODB സഖ്യവും ഇപ്പോഴും UDFന്റെ വോട്ടുകൾ BJPയിലേക്ക് എത്തുന്ന നിലവിൽ അതിവിടെ നിയമം മുതൽ കണ്ടതാണ്. പാലക്കാട് കണ്ടതാണ്. 86,000 വോട്ടാണ് പാലക്കാട് കോൺഗ്രസിന് കുറഞ്ഞത്. അതിൽ 74,000 വോട്ടിനാണ് BJP ജയിക്കുന്നത്. ഞങ്ങൾക്ക് 16,288 വോട്ട് പുതുതായിട്ട് കൂടുതൽ കിട്ടിയിട്ടുണ്ട്. 3ാം സ്ഥാനത്തേക്ക് കോൺഗ്രസ് പോവുകയും കോൺഗ്രസിന്റെ സംഭാവന എന്ന നിലയിൽ സുരേഷ് ഗോപി ജയിക്കുകയും ചെയ്യുന്ന നില തൃശൂർ മണ്ഡലത്തിലുണ്ടായി എന്നുള്ളത് ഇതിന്റെ ഭാഗമായിട്ട് ഞാൻ ചൂണ്ടിക്കാണിക്കും. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കോർപ്പറേഷൻ വാർഡുകളിലൊക്കെ ഈ പ്രവണത കാണുന്നുണ്ട്. SDPയെ ജയിപ്പിക്കാൻ വേണ്ടി കോൺഗ്രസ് ജയിച്ച വാർഡ് 300-ലധികം വോട്ട് UDF SDPIക്ക് നൽകി ജയിപ്പിക്കുന്ന നില ഉണ്ടായിട്ടുണ്ട്. ശ്രീവരാഹം വാർഡ് അവിടെ CPIഎമ്മിനെ തോൽപ്പിക്കാൻ വേണ്ടി കോൺഗ്രസ് BJPക്ക് വോട്ട് ചെയ്യുന്ന നിലയും ഉണ്ടായിട്ടുണ്ട് തിരുവനന്തപുരത്ത് കോർപ്പറേഷൻ. അപ്പോൾ ഇങ്ങനെ പുതിയ പുതിയ പരീക്ഷണങ്ങളിലേക്ക് അവർ പോവുകയാണ്. ഇവിടെ കാണേണ്ടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ന്യൂനപക്ഷ രാഷ്ട്രീയം പുതിയ തലത്തിലേക്ക് നീങ്ങുകയാണ്. കേരളത്തിന്റെ പ്രത്യേകതകളെ കൃത്യമായിട്ട് അവലോകനം ചെയ്തുകൊണ്ട് മാത്രമേ സംഘടനാപരമായിട്ടുള്ള ബാധ്യതയും ചുമതലയും ഉയർത്തുന്ന വെല്ലുവിളി എങ്ങനെ നേരിടണമെന്നുള്ള കാര്യവും മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് പാർട്ടി കാണുന്നു. മുസ്ലിം ലീഗ് നേരത്തെ മതസംഘടനകളുമായി കൂടിച്ചേരുന്നുകൊണ്ട് മുന്നോട്ടേക്ക് പോകാനാണ് ശ്രമിച്ചുകൊണ്ടിരുന്നത്. മതസംഘടനകളെ കൂടിച്ചേർത്ത് ഇപ്പോൾ മതരാഷ്ട്രവാദികളുമായി സഖ്യം ചേരുകയാണ്. എന്താണ് അങ്ങനെ സഖ്യം ചേർന്നാൽ എന്ന ചോദ്യം ചോദിക്കുന്ന സ്ഥിതിയിലേക്ക് അവരെത്തുകയാണ്. ജമാഅത്തെ ഇസ്ലാമിയെയും SDPയെയും പോലുള്ള സംഘടനകളുമായാണ് അവർ ചേരുന്നത്. അതിപ്പോ ലീഗുകാർ ചേരുന്നു എന്നുള്ളത് മാത്രമല്ല, അതിന്റെ ഗുണഭോക്താവ് യഥാർത്ഥത്തിൽ കോൺഗ്രസാണ്. യഥാർത്ഥത്തിൽ ഈ മതരാഷ്ട്രവാദികളായ തീവ്ര ന്യൂനപക്ഷ രാഷ്ട്രീയത്തിന്റെ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. RSSന്റെ കൌണ്ടർ പാർട്ട് പോലെ ജമാഅത്തെ ഇസ്ലാമിയും ഹിന്ദു രാഷ്ട്രവാദമാണ് BJP മുന്നോട്ടേക്ക് വെക്കുന്ന ഫാസിസ്റ്റിക് അജണ്ട എങ്കിൽ ഏതാണ്ട് അതേ രീതിയിൽ തന്നെ മുദ്രാവാക്യമാണ് ഇസ്ലാമിക രാഷ്ട്രം എന്ന രീതിയിൽ ജമാഅത്തെ ഇസ്ലാമിയും ഭീകരവാദ സംഘടനയായിട്ട് നിലകൊള്ളുന്ന SDPയും ചേർന്ന് മുമ്പോട്ടേക്ക് പോകുന്നു. അപ്പോൾ ഇത് നമ്മൾ കാണുന്നത് നേരത്തെ സ്വന്തം സ്ഥാനാർത്ഥികളെ നിർത്തിയിരുന്ന ഇത്തരം സംഘടനകൾ ഇപ്പോൾ സ്ഥാനാർത്ഥികളെ നിർത്താതെ UDFന് വോട്ട് ചെയ്യുന്ന നിലയാണ് സ്വീകരിക്കുന്നത്. 17ാം ലോക്സഭയിലും അതെ, 18ാം ലോക്സഭയിലും അതെ, പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലതെ, അതുപോലെ തന്നെ മത്സരിക്കുമ്പോൾ കോൺഗ്രസിന്റെ വോട്ട് നേടി ജയിക്കാനുള്ള ശ്രമമാണ് കോൺഗ്രസിന് UDFന്റെ വോട്ട് നേടി മത്സരിക്കാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിൽ മതരാഷ്ട്രവാദികളുമായി നേരിട്ട് സഖ്യം ചേരുന്ന നിലയാണ് ഇപ്പോഴുള്ളത്. ഇത് കേരളത്തിലെ മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കുന്ന ന്യൂനപക്ഷ ജനവിഭാഗങ്ങളെ വർഗീയ രാഷ്ട്രീയത്തിലേക്ക് നയിക്കാനുള്ള വഴി തുറക്കുകയാണ് ചെയ്യുന്നത്. ഇത് വളരെ ദൂരവ്യാപകമായ ഫലമുളവാക്കുന്ന പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന ഒന്നാണ്. കാരണം ഇതിന്റെ അടിസ്ഥാന കാരണം എന്താണ് എന്ന ചോദ്യത്തിന് കൃത്യമായ ഉത്തരം കണ്ടാലേ നമുക്കിതിനെ തുറന്നു കാണിക്കേണ്ടുന്നത് ബാധ്യത കൃത്യമായിട്ട് ഉൾക്കൊള്ളാൻ സാധിക്കും. അതായത് മുസ്ലിം ലീഗിന്റെ അണികളെ മതരാഷ്ട്രവാദികളുടെ കൈകളിലേക്ക് എത്തിക്കാനുള്ള അവസരം അത് സ്വാഭാവികമായിട്ടും ലീഗിന്റെ അടിത്തറ തകർക്കുന്നതാണ്. ഉന്നം CPIM ആണ് ഏറ്റവും പ്രധാനപ്പെട്ട ശത്രു എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇപ്പോൾ എല്ലാം സൂക്ഷ്മമായി പരിശോധിച്ച് നോക്കിയാൽ RSSന്റെ നമ്പർ 1 ശത്രു CPIM, കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ശത്രു CPIM, ജമാഅത്ത് ഇസ്ലാമിന്റെയും SDPയുടെയും ലീഗിന്റെയും 1ാം നമ്പർ ശത്രു CPIM. ഒരു ധാര രൂപപ്പെടുകയാണ്. CPIMനെതിരായിട്ടുള്ള ഒരു ഐക്യധാര രൂപപ്പെടുത്തുക എന്നുള്ളതാണ് ഇവരുടെ പിന്നിലുള്ളത്. അതിന്റെ അർത്ഥം മുസ്ലിം കേന്ദ്രീകൃത മേഖലയിൽ ഉൾപ്പെടെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് CPIMന്
നിരപേക്ഷ നിലപാടുള്ള മുസ്ലിം ജനവിഭാഗങ്ങളിൽ ഉൾപ്പെടെ പാർട്ടിക്ക് സ്വാധീനം നേടാനാവുന്നു എന്നതാണ്. നല്ല രീതിയിലുള്ള സ്വാധീനം അത്തരം മേഖലയിൽ നേടുന്നു എന്നുള്ളത് വന്നപ്പോഴാണ് രാഷ്ട്രീയ കാരണങ്ങൾ കൊണ്ട് മതനിരപേക്ഷ നിലപാട് സ്വീകരിക്കുന്ന മുസ്ലിം ലീഗിന്റെ തന്നെ അണികളിൽ മതരാഷ്ട്ര നിലപാട് സ്വീകരിച്ചുകൊണ്ട് എന്തേ അങ്ങനെ ചെയ്താൽ എന്ന ചോദ്യം ചോദിക്കുന്ന അവസ്ഥ ഒരു സംശയവും വേണ്ട. സംഘപരിവാറിന് അനുകൂലമാണ്. മാത്രമല്ല മുസ്ലിം ലീഗിന്റെയും UDFന്റെയും കൃത്യമായ അടിത്തറ തോണ്ടുന്ന ഭാവിയിൽ ദൂരവ്യാപകമായ ഫലമുളവാക്കുന്ന ഒന്നായിരിക്കും അത് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇതിനെല്ലാം തുറന്നു കാണിച്ചുകൊണ്ട് വേണം നമുക്ക് മുന്നോട്ടേക്ക് പോകാൻ. ക്രിസ്ത്യൻ വിഭാഗത്തിന്റെ ഭാഗമായിട്ട് വർഗീയവൽക്കരണം ശക്തിപ്പെടുത്താൻ പുതിയ ഒരു പ്രസ്ഥാനം ഇതിനിടെ അവർ റിപ്പോർട്ട് ചെയ്തത് ഞങ്ങൾ ഒരു രാഷ്ട്രീയ പാർട്ടിയാവാൻ പോകുന്നു എന്നാണ്. അതാണ് കാസ. മുസ്ലിം ന്യൂനപക്ഷ വിഭാഗത്തിലെ വലിയ സ്വാധീനമുള്ള വിഭാഗമല്ല ജമാഅത്ത് ഇസ്ലാമി SDP ചെറു ന്യൂനപക്ഷമാണ്. പക്ഷെ വർഗീയ നിലപാട് അടിസ്ഥാനപ്പെടുത്തിയിട്ട് അവരെ ഏകീകരിക്കാനാണ് ശ്രമം. ഇതുപോലെ മുസ്ലിം വിരുദ്ധതയിലൂന്നി ക്രിസ്തീയ താൽപര്യത്തിന്റെ പേര് പറഞ്ഞ് RSS തന്നെ ഉരുക്കുകൂട്ടിയ ഒരു പ്രസ്ഥാനമാണ് കാസ. അപ്പോൾ കാസയുടെ വരവ് മുസ്ലിം വിരുദ്ധത പ്രചരിപ്പിച്ച് ന്യൂനപക്ഷ ജനവിഭാഗങ്ങൾക്കിടയിൽ തന്നെ ശത്രുതാപരമായ നിലപാടിലേക്ക് എത്തിക്കാൻ ബോധപൂർവമായ ഇടപെടലാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. കല്ലും തലോടലും എന്ന് പറയുന്നില്ലേ സാധാരണ. എന്ന് പറഞ്ഞാൽ സാർവദേശീയ മേഖലയിൽ നിന്ന് വരുന്ന വിവിധങ്ങളായ അവർക്ക് കൈകാര്യം ചെയ്യേണ്ടുന്ന ആവശ്യങ്ങളുണ്ട്. അതിനെല്ലാം ഭീഷണിപ്പെടുത്തുക. ഒപ്പം തന്നെ ന്യൂനപക്ഷ വർഗീയതയെ വിഭജിച്ച് പരസ്പരം ഏറ്റുമുട്ടി നമുക്കറിയുന്ന പോലെ നേരത്തെ പൊതുവെ ഇതെല്ലാം ഇടതുപക്ഷത്തിന് എതിരായിട്ടുള്ള നിലപാടാണ് സ്വീകരിക്കുന്നത്. ആ നിലപാട് സ്വീകരിച്ചുകൊണ്ട് RSSന് അനുകൂലമായ ഒരു പൊതുചിത്രം രൂപപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനമാണ് കാസയിലൂടെ നടന്നുകൊണ്ടിരിക്കുന്നത്. കേരള ജനതയെ ഐഡന്റിറ്റി പൊളിറ്റിക്സിന്റെ ഭാഗമായി ജാതീയമായി പിളർത്തുക. ആദ്യം അങ്ങനെയാണ്. ഐഡന്റിറ്റി പൊളിറ്റിക്സിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട രൂപതാണല്ലോ ജാതീയമായി പിളർത്തുക. എന്നിട്ട് വർഗീയമായി ഏകോപിപ്പിക്കുക. തന്ത്രപരമായ ഒരു രീതിയാണ് RSS BJP സംഘപരിവാർ വിഭാഗം ചെയ്തുകൊണ്ടിരിക്കുന്നത്. സ്വത്തുരാഷ്ട്രീയം എന്ന് പറയുന്നത് ഇത് ഇന്ന ജാതി, ആ ജാതിക്ക് അപ്പുറം ഇപ്പുറമുള്ളവർ ഇതിൽ പങ്കില്ല. ഇത് ഈ ജാതി മാത്രമാണ്, അവർ മാത്രമാണ്. അതാണ് സ്വത്വബോധത്തെ സ്വത്ത് രാഷ്ട്രീയമാക്കി മാറ്റുന്നതിന്റെ അടിസ്ഥാനം. എന്നാലോ അങ്ങനെ ഓരോരോ ജാതിയായി പിളർത്തിക്കഴിഞ്ഞാൽ ഈ പിളർന്നു നിൽക്കുന്ന ഓരോ ജാതിയെയും വർഗീയമായിട്ട് യോജിപ്പിക്കുക. ഈ ഒരു പ്രക്രിയയാണ് കേരളത്തിൽ ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ RSS BJP സംവിധാനം. പിന്നെ ആരാധനാലയങ്ങളെ അടിസ്ഥാനപ്പെടുത്തി RSSന്റെ ശാഖയും വർഗീയ രാഷ്ട്രീയം പ്രചരിപ്പിക്കുന്നതിനു വേണ്ടിയുള്ള പ്രധാനപ്പെട്ട കേന്ദ്രമാക്കി അതിനെ മാറ്റുക. സമൂഹത്തിൽ ഇടപെടൽ ശക്തിയുള്ള വ്യക്തികളെയും കൂട്ടായ്മകളെയും പ്രലോഭിപ്പിച്ച് കൂടെ നിർത്തുക എന്ന നയവും അവർ സ്വീകരിക്കുന്നു. അങ്ങനെ വിവിധ രീതിയിൽ പട്ടികജാതി വിഭാഗങ്ങൾ ഉൾപ്പെടെ വിവിധ മേഖലയിൽ അവരുടെ പ്രവർത്തനം ബോധപൂർവം RSS BJP വിഘടിതമായ രീതിയിൽ ഐക്യം തകർക്കത്തക്ക രീതിയിൽ കേരളത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. സംസ്ഥാന സർക്കാരിനെതിരായിട്ടുള്ള നിലപാടുകൾ കഴിഞ്ഞ LDF സർക്കാരിന് അധികാരത്തിൽ വരാൻ കഴിഞ്ഞത് ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ നടപ്പിലാക്കി ജനക്ഷേമകരമായ പ്രവർത്തനങ്ങളുമായി മുന്നോട്ടേക്ക് പോകാൻ കഴിഞ്ഞതിന്റെ ഭാഗമായിട്ടാണ്. അതോടൊപ്പം പ്രതിസന്ധി ഘട്ടങ്ങളിൽ നാടിന് തണലായി നിൽക്കാൻ സംസ്ഥാന സർക്കാരിന് കഴിഞ്ഞു എന്നുള്ളത് കൂട്ടിച്ചേർത്താണ്. അപ്പോൾ കേരളത്തിന്റെ മതനിരപേക്ഷ സംസ്കാരത്തെ സംരക്ഷിക്കുന്നതിനുള്ള ശക്തമായ ഇടപെടലാണ് സംസ്ഥാന സർക്കാരിന്റെ ഭാഗമായിട്ട് ഉണ്ടാവുന്നത്. കേന്ദ്ര സർക്കാർ ഇപ്പോൾ ശ്രമിക്കുന്നത് ഈ മുന്ന ഉപാധികളെല്ലാം ഇല്ലായ്മ ചെയ്യാനാണ്. സാമ്പത്തികമായ ഒരു ഉപരോധം സൃഷ്ടിക്കാനാണിപ്പോൾ ശ്രമിക്കുന്നത്. വികസന പ്രവർത്തനങ്ങൾ നടത്താൻ അനുവദിക്കില്ല, തകർക്കും എന്ന ലക്ഷ്യബോധത്തോടെയാണ്. പ്രകൃതി ദുരന്തങ്ങളിലൂടെ അർഹതപ്പെട്ട സഹായം നമുക്ക് നൽകുന്നില്ല. വയനാട് നമ്മുടെ അനുഭവമാണ്. മാത്രമല്ല
സഹായങ്ങൾ നൽകുന്നതിനു വേണ്ടി പക്ഷപാതപരമായ നിലപാടാണ്. കേരളത്തിന് നൽകില്ല, മറ്റു സംസ്ഥാനങ്ങൾക്കൊക്കെ നൽകുക എന്നുള്ള നിലപാടാണ് സ്വീകരിക്കുന്നത്. ഇപ്പോൾ കേരളത്തിന്റെ മതനിരപേക്ഷ സംസ്കാരത്തെ ഇല്ലാതാക്കുന്നതിന് വർഗീയ ധ്രുവീകരണവും ജാതീയതയും വെച്ച് പുലർത്തുന്ന സമീപനമാണ് ഇവർ RSSും അതിന് പിന്തുണ നൽകുന്ന നിലപാടാണ് BJP ഗവൺമെന്റും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. വലതുപക്ഷ മാധ്യമങ്ങളായ അതെല്ലാ തലങ്ങളിലുമുള്ളതാണ്. മീഡിയയും അതുപോലെ തന്നെ ചാനൽ ഉൾപ്പെടെയെല്ലാം ഭരണവിരുദ്ധ വികാരം ഇല്ല എന്ന കാര്യം അവർക്കത് കുറയാൻ സാധിക്കുന്നതല്ല. അതുകൊണ്ട് വ്യാപകമായ പ്രചാരവേല ഭരണവിരുദ്ധ വികാരമാണ്. ചേലക്കര അവർ അത് പ്രചരിപ്പിക്കുകയാണ്. എന്തായാലും ചേലക്കരയിൽ ഭരണവിരുദ്ധ വികാരം കൊണ്ട് പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടനെയാണല്ലോ സ്വാഭാവികമായിട്ട് ചേലക്കര തൂക്കുമെന്നായിരുന്നു അവരുടെ ധാരണ. ചേലക്കര തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഒരു കാര്യം മനസ്സിലായി, അങ്ങനെയൊന്നും കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിനെ തകർക്കാൻ സാധിക്കുന്നതല്ല. കൃത്യമായി 12,000-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് ചേലക്കര ജയിക്കാൻ സാധിച്ച സാഹചര്യം. അപ്പോൾ മാധ്യമങ്ങൾ എന്തെല്ലാം ശ്രമിച്ചാലും, നിങ്ങൾ നല്ലപോലെ ശ്രമിക്കുന്നുണ്ട്, എല്ലാം ശ്രമിച്ചാലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായിട്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി ജനങ്ങൾ 99 സീറ്റ് നൽകി വിജയിപ്പിച്ചതുപോലെ ഇതിനേക്കാൾ മെച്ചപ്പെട്ട ഒരു വിജയത്തിലേക്കാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഉറ്റുനോക്കി മുന്നോട്ടേക്ക് പോകാനുള്ളത് എന്ന കാര്യം ഞങ്ങൾ പാർട്ടിക്കകത്ത് കടന്നുവരുന്ന തെറ്റായ പ്രവണതകളെ സ്വയം വിമർശനം, വിമർശനപരമായ നിലപാടുകളിലൂടെ നവീകരിച്ച് തിരുത്തുക എന്നുള്ള സമീപനം സമ്മേളനത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. അത് ഇല്ലാതാക്കുന്നതിനുള്ള, ഇത്തരത്തിലുള്ള പ്രവണതകൾ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയുള്ള പദ്ധതികൾ നിർദ്ദേശിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം ഞങ്ങൾ ചർച്ച ചെയ്തത് പാലിയേറ്റീവ് രംഗത്തെ പ്രവർത്തനം ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ്. അതിന്റെ നിർദ്ദേശങ്ങൾ ഞങ്ങൾ ചർച്ച ചെയ്യുന്നു. മാധ്യമരംഗത്തെ പ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനും നവമാധ്യമ രംഗം സവിശേഷമായ രീതിയിൽ കൈകാര്യം ചെയ്യുന്ന കാര്യങ്ങളും അത് വിഭാവനം ചെയ്യുന്നുണ്ട്. വർഗ ഭൂജന സംഘടനകൾ ശക്തിപ്പെടുത്തുന്നതിന് ആവശ്യമായ നിർദ്ദേശം സംഘടനക്കകത്ത് പ്രവർത്തിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരെ സംബന്ധിച്ചിടത്തോളം നിർദ്ദേശം നൽകിക്കൊണ്ട് ആ പ്രവർത്തനവും സജീവമാക്കണം എന്ന് കാണുന്നു. ഇപ്പോൾ വർഗ ഭോജന സംഘടനകളുടെ സ്വതന്ത്രമായ പ്രവർത്തനം ഉറപ്പുവരുത്തുന്നതിനുള്ള നിർദ്ദേശങ്ങളും ഇതിന്റെ ഭാഗമായി ഞങ്ങൾ കൈകാര്യം ചെയ്യുന്നു. സ്ത്രീ വിഭാഗം ഉൾപ്പെടെയുള്ള പാർശ്വവൽക്കരിക്കപ്പെട്ട ജനവിഭാഗങ്ങളുടെ പ്രശ്നത്തിൽ സവിശേഷമായി ഏറ്റെടുക്കേണ്ടുന്ന കാര്യം പ്രധാനപ്പെട്ട സ്ത്രീ സൌഹൃദ നാട് എന്ന രീതിയിൽ കേരളത്തെ രൂപപ്പെടുത്തി മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തമാണ് പാർട്ടിക്ക് നിർവഹിക്കാനുള്ളത്. ആ കാര്യവും ഞങ്ങൾ ഗൗരവപൂർവ്വം തന്നെയാണ് കാണുന്നത്. നവ കേരളത്തെ നയിക്കാൻ പുതുവഴികൾ എന്ന രേഖ സഖാവ് പിണറായി അവതരിപ്പിക്കുകയുണ്ടായി. ആ രേഖയ്ക്ക് 6 ഭാഗങ്ങളാണ് ഉള്ളത്. ഒന്നാം ഭാഗം കഴിഞ്ഞ സംസ്ഥാന സമ്മേളനം നവകേരളത്തെക്കുറിച്ച് ആവർത്തിച്ച് അവതരിപ്പിച്ചിട്ടുള്ള രേഖയെക്കുറിച്ചുള്ള കാര്യങ്ങളും ആ രേഖയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനത്ത് നടത്തിയ പ്രവർത്തനങ്ങൾ കേരളത്തെ ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളെക്കാളും മുന്നോട്ടേക്ക് നയിക്കുന്നതിന് സാധിക്കുകയും വിവിധ മേഖലയിൽ കൈവരിച്ച നേട്ടങ്ങളും ഓരോന്നോരോന്നായി കൃത്യമായിട്ട് വിശകലനം ചെയ്തു. രണ്ടാം ഭാഗം കേരളത്തിന്റെ വികസനത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നടത്തിയിട്ടുള്ള ഇടപെടലുകളുടെ വിശദാംശങ്ങളാണ്. 1957 സഖാവ് EMSന്റെ ഗവൺമെന്റ് ആരംഭിച്ചതല്ല, ഗവൺമെന്റിനെ തന്നെ സൃഷ്ടിച്ച, ഭൗതിക സാഹചര്യം സൃഷ്ടിച്ച പാർട്ടി പ്രവർത്തനമാണ്. അത് 1939 മുതൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി 37 സെല്ലായി രൂപീകരിക്കുകയും 39 സംസ്ഥാനാടിസ്ഥാനത്തിലുള്ള പാർട്ടിയായി പാറപ്പുറത്തുനിന്ന് രൂപം കൊണ്ടതിന് ശേഷം നടത്തിയ സമരവർഗ പോരാട്ടങ്ങളിൽ ദേശീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായും അതിനുശേഷവും നടത്തിയ പോരാട്ടങ്ങളെല്ലാം ചേർത്താണ് 57 സഖാവ് EMSന്റെ ഗവൺമെന്റ് ലോക ചരിത്രത്തിലാദ്യമായി പാർലമെന്ററി വ്യവസ്ഥയിലൂടെ അധികാരത്തിൽ വന്നിട്ടുള്ളത്. ആ ഗവൺമെന്റിന്റെ കൂടി ഭരണഘടനാപരമായിട്ട് കിട്ടിയ അധികാരാവകാശം ഉപയോഗിച്ചുകൊണ്ട് നടത്തിയ പ്രവർത്തനത്തിലൂടെ കേരളം എങ്ങനെയാണ് മുന്നേറിയിട്ടുള്ളത് എന്നതിന്റെ ഒരു ചരിത്രത്തെ കൃത്യമായിട്ട് മനസ്സിലാക്കുക.
അതാണ് കേരള വികസനത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നടത്തിയിട്ടുള്ള ഐക്യ കേരള രൂപീകരണം മുതൽ ഇങ്ങോട്ടുള്ള പ്രവർത്തനം മാത്രമല്ല, അതിനു മുമ്പേയുള്ള നമ്മുടെ ഇടപെടലുകൾ. മൂന്നാമത്തെ ഭാഗം, ജന്മിത്വം തകർക്കപ്പെട്ട സമൂഹത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഏത് തരത്തിലുള്ള സമീപനമാണ് സ്വീകരിക്കേണ്ടത് എന്ന പ്രധാനപ്പെട്ട രാഷ്ട്രീയ പ്രശ്നമാണ്. LDF സർക്കാരിലൂടെ ഉത്തരം എങ്ങനെ കണ്ടെത്തി എന്ന കാര്യം വിശദീകരിക്കുക. അതുകൂടി ചേർന്നതുകൊണ്ടാണ് രണ്ടാമത്തെ ഭാഗം നമ്മൾ കൈകാര്യം. മൂന്നാമത്തെ ഭാഗം, കഴിഞ്ഞ LDF സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ കേരളത്തിലെ സ്ഥിതിഗതികൾ എന്തായിരുന്നു? ഞാൻ പ്രത്യേകിച്ച് വിശദീകരിക്കേണ്ട, ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റായിരുന്നു, അഴിമതിയിൽ കുളിച്ചു നിർത്തിയായിരുന്നു, ഒരു വികസന പ്രവർത്തനവും നടത്താൻ അനുവദിക്കാത്ത രീതിയിലുള്ള കേരളത്തെ അങ്ങേയറ്റം മുരടിപ്പിച്ച ഒരു പശ്ചാത്തലമായിരുന്നു. നാഷണൽ ഹൈവേ 66 ഭൂമി ഏറ്റെടുക്കണം. ഭൂമി ഏറ്റെടുക്കാൻ CPIMന്റെ സംസ്ഥാന സെക്രട്ടറി സഖാവ് പിണറായി വിജയൻ ഉൾപ്പെടെ പങ്കെടുത്ത സർവകക്ഷി യോഗത്തിൽ 45 മീറ്റർ വീതിയിൽ ഭൂമി ഏറ്റെടുക്കണം എന്ന നിർദ്ദേശം വെച്ചിട്ട് അതടിസ്ഥാനപ്പെടുത്തിയിട്ട് ഞങ്ങൾ ഭൂമി ഏറ്റെടുക്കാം എന്ന് പറഞ്ഞിട്ട് പോയപ്പോഴാണ് പല സ്ഥലത്തും വന്ന ഭൂമി ഏറ്റെടുക്കാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ അതിന്റെ ഒപ്പം ചേർന്ന് ലീഗും കോൺഗ്രസും എല്ലാം 66 നാഷണൽ ഹൈവേയെ തകർത്തത്. അപ്പോൾ ഉമ്മൻചാണ്ടി പറഞ്ഞു, ഇനി ഭൂമി ഏറ്റെടുക്കുന്ന പ്രശ്നമില്ല, നാഷണൽ ഹൈവേ 66 ഇല്ല. അവരാ ഫയലും മടക്കി പോയതാണ് നാഷണൽ ഹൈവേ. ഇപ്പോൾ ചിലരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണ്ടല്ലോ, ഞങ്ങളാണെങ്കിൽ ഭയങ്കര സംഭവം. എന്ത് സംഭവം? അതാ ഒരു സംഭവം. ഇന്ന് കേരളത്തിലൂടെ സഞ്ചരിക്കുന്ന ഏത് മനുഷ്യനും കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നാഷണൽ ഹൈവേ ആണ്. അത് വേണ്ടെന്ന് വെച്ച് പോയവരാ. ഇപ്പോ വികസനത്തെപ്പറ്റി ഇങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. അതിന് നിങ്ങളെല്ലാം പൂർണ്ണമായ പിന്തുണ. എല്ലാം ഞാൻ പറയുന്നില്ല, നിങ്ങളിൽ ഭൂരിപക്ഷം രാഷ്ട്രീയമായ കാരണങ്ങൾ കൊണ്ടാണ് പിന്തുണക്കുന്നത് എന്ന് എനിക്കറിയാം. പക്ഷെ ജനങ്ങളെ നിങ്ങൾ അതിന്റെ ഭാഗമായിട്ട് തെറ്റിദ്ധരിപ്പിച്ച് ബോധമുണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ഇത് മാത്രമൊന്നുമല്ല, 66 ഈ പറയുന്ന നാഷണൽ ഹൈവേ പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ്. എല്ലാവർക്കും അറിയുന്ന കൂടംകുളത്തിൽ നിന്നുള്ള വൈദ്യുതി ലൈൻ കൊച്ചിയിലേക്ക് എത്തിക്കാൻ വളരെ ചുരുക്കം ദൂരം മാത്രമേ ബാക്കിയുണ്ടായിരുന്നു. അത് വഴിക്ക് വെച്ച് നിർത്തി അവസാനിപ്പിച്ച് ഇനിയില്ല എന്ന് ഉമ്മൻചാണ്ടി പറഞ്ഞു. അത്ര ധൈര്യത്തോടെയാണ് പറയുന്നത്. കേരളത്തിന്റെ വികസനത്തിന് ആവശ്യമുള്ള ഇലക്ട്രിസിറ്റി കേരളത്തിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി, നമ്മുടെ ഗ്രിഡിൽ നിന്ന് നമുക്ക് കിട്ടേണ്ടുന്ന വീതം ലഭിക്കുന്നതിന് വേണ്ടി അത് ഞങ്ങൾ എടുക്കില്ല, കൊണ്ടുവരില്ല. എന്നിട്ട് പവർ കട്ടിലേക്കും അതുപോലെ തന്നെ ലോഡ് ഷെഡിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. കേരളത്തോട് താല്പര്യമില്ല. ഇവരാരെങ്കിലും വന്ന് ജമാഅത്തെ ഇസ്ലാമിയോ അല്ലെങ്കിൽ ഈ പറയുന്ന SDPIയോ ലീഗോ ആരെങ്കിലും അല്ലെങ്കിൽ കോൺഗ്രസിന്റെ തന്നെ ചില ഭാഗങ്ങളിലുള്ള ആളുകൾ ഒരു സമരം നടത്തിയിട്ട് വരുമ്പോഴേക്ക് അയ്യോ ഇനി അത് വേണ്ട, അപ്പോൾ അത് വേണ്ട. കേരള പദ്ധതി, കേരള പൈപ്പ് ലൈൻ മംഗലാപുരം വരെ പോകേണ്ടിയാണ്. കോഴിക്കോട് ഇങ്ങനെ ഇവിടെ എറണാകുളം കഴിഞ്ഞിട്ടേ ഉള്ളൂ, അപ്പോഴേക്കും അവസാനിപ്പിച്ചു. ആ ഭൂമി ഏറ്റെടുക്കുന്നില്ല. ഇച്ഛാശക്തി വേണം സമൂഹത്തിന് ആവശ്യമായ രീതിയിൽ. കേരളത്തിന്റെ വളർച്ചയ്ക്കും കേരളത്തിലെ ജനങ്ങളുടെ ജീവിതത്തിനും പശ്ചാത്തല സൌകര്യം ഒരുക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ് എന്ന് ധാരണ വേണം. ആ ധാരണയില്ലായ്മയിൽ നിന്നാണ് ഈ തരത്തിലുള്ള തികച്ചും തെറ്റായ കേരള വിരുദ്ധമായ നിലപാട് നിങ്ങൾ സ്വീകരിച്ചിട്ടുള്ളത് UDF ഗവൺമെന്റ്. അതിനെ മറികടന്നുകൊണ്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് അധികാരത്തിൽ വന്നാൽ ഞങ്ങൾ ഇതൊക്കെ ചെയ്യുമെന്ന് പറയുക മാത്രമല്ല ചെയ്തു. അടുത്ത കൊല്ലം ഇലക്ഷൻ ആകുമ്പോഴേക്ക് ഏതാണ്ട് ഹൈവേയിൽ കൂടി സഞ്ചരിക്കാം. വിവിധ മേഖലയിൽ 65%, 70%, 80%, 90% വരെ ഇപ്പൊ നാഷണൽ ഹൈവേയിലെ ഓരോരോ റീച്ചും വർക്ക് പൂർത്തീകരിച്ച് വരികയാണ്. അപ്പൊ ഇക്കൊല്ലം കഴിഞ്ഞ് അടുത്ത കൊല്ലം ആവുമ്പോഴേക്ക് വർക്കിൽ നല്ല മാറ്റം വരുത്താൻ സാധിക്കുമെന്ന് തന്നെയാണ് കാണുന്നത്. ഇപ്പോൾ കേരളത്തെ ഈ LDF സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ കേരളത്തിന്റെ സ്ഥിതിഗതികൾ എങ്ങനെയായിരുന്നു എന്ന് ഞങ്ങൾ ഈ രേഖയിൽ വിശദീകരിക്കുന്നുണ്ട്. തുടർന്നുണ്ടായ മാറ്റങ്ങളും അതിന്റെ കാരണങ്ങളും എടുത്തു പറയുന്ന ഒരു രേഖയാണ് ഈ പറഞ്ഞ രേഖ. പിന്നെ ആഗോളവൽക്കരണ നയങ്ങൾ ഉണ്ടാക്കിയ പ്രതിസന്ധിയും അഴിമതിയും കാരണം ബുദ്ധിമുട്ടിയ കേരളത്തിലെ ജനതയ്ക്ക് LDF അവതരിപ്പിച്ച വികസന കാഴ്ചപ്പാട് ആശ്വാസമായി മാറിയിരുന്നു. LDF സർക്കാർ അധികാരത്തിൽ വന്ന കാര്യങ്ങളും വിശദമായിട്ട് ആ രേഖയിൽ അന്ന് പരിശോധിച്ചു. ഇതെങ്ങനെ ആശ്വാസമായി എന്നുള്ള ഉൾപ്പെടെയുള്ള കാര്യം. ഇതാണ് മൂന്നാം ഭാഗത്തിൽ. നാലാം ഭാഗം കഴിഞ്ഞ 8 വർഷമായി കേരളത്തിന്റെ വിവിധ മേഖലയിലുണ്ടായ പുരോഗതിയെ വിലയിരുത്തുന്നുണ്ട്.
അത് ഞാൻ പറഞ്ഞ ഈ 2-3 കാര്യങ്ങളൊന്നുമല്ല, നിരവധി എത്ര ഒരു മണിക്കൂർ പറഞ്ഞാലും തീരാതെ അത്ര കാര്യങ്ങൾ ഞങ്ങൾ ഈ ഗവൺമെന്റിന്റെ ഭാഗമായിട്ട് ചെയ്തിട്ടുണ്ട്. ആധുനിക സംവിധാനത്തെ കൂടി ഉപയോഗപ്പെടുത്തി. 5ാമത്തെ ഭാഗം കേന്ദ്ര സർക്കാരിന്റെ നിലപാട് എത്രത്തോളം ജനവിരുദ്ധമാണെന്നും കേരളത്തെ ഇതൊക്കെ പ്രതിസന്ധിയിലാക്കുന്നത് എന്തുകൊണ്ടാണെന്നും അതിനെതിരായിട്ട് നമ്മൾ നടത്തിയിട്ടുള്ള ഇടപെടലുകൾ ഉൾപ്പെടെ കോടതി കേസ്, സമരം, ഡൽഹി സമരം ഉൾപ്പെടെ ഇതിനെല്ലാം ഒപ്പം നിൽക്കുന്ന UDFന്റെ നിലപാട്, ഇതെല്ലാം 5ാമത്തെ ഭാഗത്ത് വിശദീകരിക്കേണ്ടത്. ഇത് മറികടക്കുന്നതിന് കേരളം ആവിഷ്കരിച്ച പദ്ധതികളും ഇടപെടലുകളുമാണ് പിന്നീട് വ്യക്തമാക്കുന്നത്. അതാണ് സംസ്ഥാന സർക്കാർ ഈ സാഹചര്യത്തിൽ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന ബദൽ നയങ്ങൾ അവതരിപ്പിക്കുന്നു. ഈ പ്രവർത്തന റിപ്പോർട്ടിന് മുകളിലും രേഖയ്ക്ക് മുകളിലുമുള്ള ചർച്ചകൾ നടക്കാൻ പോവുകയാണ്. ഞാനതിന്റെ മറ്റ് വിശദീകരണത്തിലേക്ക് കടക്കുന്നില്ല. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു രേഖയാണ്. എല്ലാ തലങ്ങളിലും ഇപ്പോൾ ഏറ്റവും അവസാനമായിട്ട് IT മേഖലയിലുള്ള കുതിച്ചുചാട്ടം 1,52,000 കോടി ഉറുപ്പികയുടെ പുതിയ വ്യാവസായിക തലങ്ങളുടെ നിക്ഷേപ സംരംഭത്തിന്റെ ഭാഗമായിട്ടുള്ള പുതിയ വാഗ്ദാനം, അത് കേവലമായി വാഗ്ദാനമായിട്ട് നിൽക്കുകയല്ല, ഇപ്പോൾ തന്നെ തുടങ്ങുകയാണ്. വിവിധ തലങ്ങളിൽ അത് തുടങ്ങുകയാണ്. വിഴിഞ്ഞം പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യം. വിഴിഞ്ഞം പദ്ധതി 2 ജില്ലകളിലെങ്കിലും അതിശക്തിയായ രീതിയിലുള്ള മുന്നേറ്റം കുറിക്കുന്ന ഒന്നായിരിക്കും. തിരുവനന്തപുരവും അതുപോലെ തന്നെ കൊല്ലവും. അതുപോലെ കൊച്ചി കോയമ്പത്തൂർ ഇടനാഴി, പാലക്കാട് ഉൾപ്പെടെ 1400ഓളം ഏക്കർ ഭൂമി ഇപ്പോഴും തന്നെ ഏറ്റെടുത്തിട്ടുണ്ട്. വലിയൊരു വ്യവസായ ശൃംഖലയാണ് വരാൻ പോകുന്നത്. അപ്പോൾ പണത്തിഷ്ടം പോലെ ജനങ്ങൾ നിക്ഷേപിക്കാൻ തയ്യാറുണ്ട്. സൗഹൃദമാണ്, വ്യാവസായിക സൗഹൃദമാണ് എന്ന് നമ്മൾ കണ്ടു. 3,30,000-ഓളം വരുന്ന പുതിയ സംരംഭക പ്രവർത്തനം നമ്മൾ ആരംഭിച്ചു. 7.5 ലക്ഷം ആളുകൾക്ക് തൊഴിൽ കൊടുക്കാൻ കഴിയുന്ന സ്ഥിതി ഉണ്ടായി. അതിന്റെ എല്ലാം കൃത്യമായിട്ടുള്ള പരിശോധനയും അതിനടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള നിലപാടുകളും സ്വീകരിച്ചുകൊണ്ട് മുമ്പോട്ടേക്ക് പോവുകയാണ്. തൊഴിലില്ലായ്മ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള ഫലപ്രദമായ ഇടപെടൽ നടത്താൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന് സാധിക്കും. 20 ലക്ഷം ആളുകൾക്ക്, അഭ്യസ്തവിദ്യരായ യുവതീയുവാക്കൾക്ക് തൊഴിൽ നൽകുമെന്ന് പറയുമ്പോൾ 2 തരത്തിൽ ഞങ്ങളിത് ചെയ്യാൻ പോവാണ്. ഒന്ന് സംരംഭ പ്രവർത്തനത്തിലൂടെ, മറ്റൊന്ന് വിവിധ വ്യാവസായിക ശൃംഖലകളും എന്ന് പറഞ്ഞാൽ വിജ്ഞാന സമൂഹവും വിജ്ഞാന സമ്പദ് വ്യവസ്ഥയും. അതിന്റെ ഭാഗമായിട്ടുള്ള വളരെ ഫലപ്രദമായ ഇടപെടൽ IT മേഖല ഉൾപ്പെടെ ഇപ്പോൾ ശക്തിപ്പെട്ട് വന്നിട്ടുണ്ട്. ഒരു 10 ലക്ഷത്തിലധികം ആളുകൾക്ക് ഇപ്പോൾ തന്നെ തൊഴിൽ ലഭിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇനി ബാക്കി ഈ വരുന്ന 1.25 കൊല്ലം കൊണ്ട് അതിതീവ്രമായ ഒരു പരിശ്രമത്തിലൂടെ 20 ലക്ഷം ആളുകൾക്ക് തൊഴിൽ നൽകാനുള്ള പദ്ധതിയും കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ കാലത്ത് നടപ്പിലാക്കാൻ പോകുക. വളരെ ശ്രദ്ധേയമായ പരിപാടിയായിരിക്കും. ഇതിന്റെ മുന്നം വെക്കുന്നത് കേരളത്തിലെ ജനങ്ങളുടെ ജീവിത നിലവാരം വികസിത, അർദ്ധവികസിത രാജ്യങ്ങളിലെ ജനങ്ങളുടെ ജീവിത നിലവാരത്തിലേക്ക് എത്തിക്കുക എന്ന ഉന്നമാണ്. കോൺഗ്രസും BJPയും ഉന്നം വെച്ചത് അംബാനിയെയും അദാനിയെയും ലോകത്തിലെ ഏറ്റവും വലിയ മുതലാളിമാരാക്കുക എന്നുള്ളതാണ്. സമ്പന്നർ കൂടുതൽ സമ്പന്നരാകുക, ദരിദ്രർ കൂടുതൽ ദരിദ്രരാകുക. ഞങ്ങൾ ഈ ദരിദ്ര ജനവിഭാഗം ഉൾപ്പെടെയുള്ള മനുഷ്യരെ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വികസിത രാജ്യങ്ങളിലെ ജനങ്ങളുടെ ജീവിത നിലവാരത്തിലേക്ക് അവരെ ഉയർത്തുക എന്നുള്ളതാണ്. നേരെ വിപരീതമാണ്. ഈ വിപരീത നിലപാട് വെച്ചുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, മാർക്സിസ്റ്റ്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും കേരളത്തെ നവീകരിക്കാനുള്ള പ്രക്രിയയിലേക്ക് പോകുന്നത്. ഇത് രൂപപ്പെടുത്തി മുമ്പോട്ടേക്ക് പോയാൽ 2ാം ടേം കഴിഞ്ഞ് 3ാം ടേമിലേക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് 2026 മെയ് മാസം നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ഗ്യാരണ്ടിയോടുകൂടി വീണ്ടും അധികാരത്തിലേക്ക് വരും എന്ന ഉറച്ച പ്രഖ്യാപനമാണ് 24ാം പാർട്ടി കോൺഗ്രസിന്റെ മുന്നോടിയായ സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായിട്ട് അവതരിപ്പിച്ച 2 രേഖയിലും വ്യക്തമാക്കിയിട്ടുള്ളത് എന്നാണ് രേഖാവിശദീകരണത്തെ സംബന്ധിച്ച് പറയാനുള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട പ്രമേയം ഇപ്പോഴേറ്റവും അവസാനമായിട്ട് അവതരിപ്പിച്ചത് മാലിന്യമുക്ത നവകേരളത്തിനായി അണിചേരുക എന്നതാണ്. ആ പ്രമേയം നിങ്ങൾക്ക് തരുന്നുണ്ട്, ഞാനത് വിശദീകരിക്കുന്നില്ല. മാലിന്യമുക്ത കേരളം, കാരണം ടൈംസ് മാഗസിൻ തന്നെ നമ്മളോട് പറഞ്ഞത് ലോകത്ത് കണ്ടിരിക്കേണ്ടുന്ന 52 സ്ഥലങ്ങളിൽ ഒന്ന് കേരളമാണ്. നമുക്ക് നന്നായിട്ട് കേരളത്തിന്റെ വികസന സമീപനത്തോടൊപ്പം ടൂറിസം വളരെ പ്രധാനപ്പെട്ട ഒരു മേഖലയാണ്. അതിനെ കൂടി ഉപയോഗിക്കാൻ സാധിക്കണമെങ്കിൽ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട പരിമിതി നമ്മുടെ ശുചിത്വ കേരളത്തിന്റെ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളാണ്. ഈ മാർച്ച് മാസം കഴിയുമ്പോഴേക്ക് നമുക്ക് ആ ദൌത്യം നിർവഹിക്കാനാവും.
അതിന്റെ ഭാഗമായിട്ട് ആവശ്യമായ രീതിയിലുള്ള നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് പോകാൻ ഗവൺമെന്റും അതുപോലെ തന്നെ പാർട്ടിയും എല്ലാ വിഭാഗം ജനങ്ങളെയും അണിനിരത്തിക്കൊണ്ട് മുമ്പോട്ടേക്ക് പോകാൻ സാധിക്കേണ്ടതുണ്ട് എന്നാണ് ഇന്നത്തെ പ്രമേയത്തിന്റെ ഭാഗമായി കാര്യങ്ങൾ പറയാനുള്ളത്. ആ പ്രമേയം നിങ്ങൾക്ക് തരാം, ഓരോരുത്തർക്കും തരാം. അതുപോലെ തന്നെ സമ്മേളന നിയന്ത്രണ കമ്മിറ്റിയുടെ ഒരു കോപ്പിയും നിങ്ങൾക്ക് തരാം. ഇപ്പോൾ തന്നെ ഇല്ല, വിഭവങ്ങൾ ഉണ്ടാകും. ഇപ്പം കേരളയിൽ ഉണ്ടായിരുന്നുവെങ്കിൽ കേരളത്തിന് ആവശ്യമായ വിഭവം ഉണ്ടാക്കാൻ ഒരു പ്രയാസമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. പദ്ധതി അടിസ്ഥാനപ്പെടുത്തിയിട്ട് മൂലധന നിക്ഷേപത്തിന് രാജ്യത്തിന് സാധ്യതയുണ്ട്. മൂലധന നിക്ഷേപം ശക്തിയായിട്ട് നടത്തണമെന്ന നിലപാടാണ് CPM ഉൾപ്പെടെയുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ആകെയുള്ളത്. അത് വാങ്ങി പെൻഷൻ കൊടുക്കാനും ശമ്പളം കൊടുക്കാനും അല്ല ഉപയോഗിക്കേണ്ടത്. നിക്ഷേപിക്കണം തന്നെയാണ്. ഇത് അർത്ഥശാസ്ത്രജ്ഞന്മാരുടെ എല്ലാം കാഴ്ചപ്പാടാണ്. ബൂർഷ്വാ അർത്ഥശാസ്ത്രജ്ഞന്മാർ റിക്കാർഡോ അതുപോലെ തന്നെ ആദം സ്മിത്ത് ഉൾപ്പെടെയുള്ള പറഞ്ഞത് അവരാണ്. ഇതിവിടെ നമ്മുടെ കനുകൂലി സിദ്ധാന്തത്തിന്റെ ആളുകൾക്ക് ഇതൊന്നും മനസ്സിലാവുന്നില്ല. അവർക്ക് വോട്ട് എങ്ങനെ പറ്റിക്കാമെന്ന് മാത്രമേ നോക്കുന്നു. കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥ അവർക്ക് പ്രശ്നമല്ല. എങ്ങനെ പെരുമാറിയാലാണ് ആളുകളിൽ നിന്ന് വോട്ട്. ആ പെരുമാറ്റാണ് ഇപ്പോൾ VD സതീശന്റെ. എന്താ പറ്റിയേ? VD സതീശൻ മാന്യമായി പെരുമാറുന്ന ഒരാളായിരുന്നു. കനുകൂലു സിദ്ധാന്തത്തിന്റെ ഭാഗമായിട്ട് ഇപ്പോൾ ഒരു പ്രത്യേക ടൈപ്പായി മാറിപ്പോയതിന് എന്ത് ചെയ്യാനാ? അദ്ദേഹം അസംബ്ലിയിലും പുറത്തും എല്ലാം എടുത്തുകൊണ്ടിരിക്കുന്ന നിലപാട് നിങ്ങൾ നോക്കൂ. മുമ്പ് ഇങ്ങനെയായിരുന്നു നിലപാട് സ്വീകരിച്ചിരുന്നത്. എങ്ങനെ വോട്ട് ശേഖരിക്കാമെന്ന് കനുകൂല് പഠിപ്പിച്ചതിന്റെ ഭാഗമായിട്ട് ഇപ്പോൾ ഇമാതിരി ഒരു തലത്തിലേക്ക് മാറിയിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ കേരളത്തിന്റെ പ്രതിപക്ഷം എന്ന് പറയുന്നത് ഈ ലോകത്ത് ഒരു സ്ഥലത്തും ഇല്ലാത്ത പ്രതിപക്ഷമാണ്. കാരണം വികസന പ്രവർത്തനം ഒന്നും നടത്താൻ അനുവദിക്കില്ല. പച്ചയായിട്ട് അങ്ങോട്ട് പറയാം, ഒരു വികസന പ്രവർത്തനവും നടത്തണ്ട. കാരണം വികസനത്തിന് വോട്ടുണ്ട് എന്ന് മനസ്സിലാക്കിയപ്പോഴുള്ള രാഷ്ട്രീയ തീരുമാനമാണ്. അതാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു സംശയവും വേണ്ട. ഈ വളരെ ശ്രദ്ധേയമായ രീതിയിലുള്ള കേരളത്തിന്റെ വികസന പരിപ്രേക്ഷ്യത്തെ കൃത്യമായിട്ട് മുമ്പോട്ടേക്ക് നയിച്ച് അതിനാവശ്യമായ വിഭവങ്ങൾ സമാഹരിച്ച് ഇപ്പൊ തന്നെ വ്യാവസായിക മേഖലയിൽ വന്ന 1,52,000 കോടി ഉൾപ്പെടെ ചേർത്ത് തൊഴിലില്ലായ്മ പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള ഫലപ്രദമായ ഇടപെടൽ നടത്തി കേരളത്തെ മുന്നോട്ടേക്ക് നയിക്കണം എന്ന് തന്നെയാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഒരുത്തന്റെ പിന്നാലെ പോകുന്നില്ല. വികസിത സമൂഹത്തിലെ ജനജീവിതത്തോടൊപ്പം കേരളത്തെ ഉയർത്തുമെന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. അല്ലാണ്ട് അവരെ പിന്നിൽ പോകാനല്ല, ഞങ്ങളുടെ പിന്നിലാണ്. ഞങ്ങളുടെ നിലപാട് വെച്ച് ലോകത്തിന് മാതൃകയാവുന്ന ഒരു സ്ഥിതി കേരളത്തിലുണ്ടാവും. ആ സ്ഥിതിയാണ് ഞങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അല്ലാണ്ട് മുതലാളിത്തത്തിന്റെ വേറെ ഏതെങ്കിലും സമീപനം ഉദ്ദേശിച്ചുകൊണ്ടല്ല. സാമ്രാജ്യത്തിന്റെയോ വികസിത മുതലാളിത്ത രാജ്യത്തിന്റെയോ നിലപാടുകളല്ല, ബദലാണ് കേരളം. ആ ബദൽ വെച്ചുകൊണ്ടാണ് ഞങ്ങൾ മുന്നോട്ടേക്ക് പോകുന്നത്, യൂണിവേഴ്സിറ്റി ഉൾപ്പെടെ. പാർട്ടി നയം തന്നെയാണത്. മുമ്പേയുള്ള നയം. ഇപ്പോൾ 18ാം പാർട്ടി കോൺഗ്രസിലെ നയമാണത്. ഇപ്പോൾ അത് കഴിഞ്ഞിട്ട് 24ാം പാർട്ടി കോൺഗ്രസ് ആയി. ഇപ്പോഴും നയത്തെ സംബന്ധിച്ചിടത്തോളാണ് ചർച്ച. ഇപ്പം ചരടൊന്നുമില്ല. ചരടുള്ള ഒന്നിനും ഞങ്ങൾ സ്വീകരിക്കില്ല. അത് മനസ്സിലാക്കില്ല. ഒരു ചരടും ഞങ്ങൾ കെട്ടാൻ തയ്യാറില്ല, അനുവദിക്കൂല. യെസ്, ഒരു സംശയവും വേണ്ട. ഇത് ഞങ്ങൾ അവരായിരുന്നു രക്ഷപ്പെടുന്നത്. അവരെന്നെ സ്വയം വേണമെന്ന് രക്ഷപ്പെട്ടോട്ടെ എന്നുള്ളതാണ്. ഞങ്ങളതിന്റെ രാഷ്ട്രീയം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഇല്ല, ഒരു ചർച്ചയില്ല. അവരുമായിട്ട് ഒരു ചർച്ച നടത്താൻ ഉദ്ദേശിച്ചു. ഭാവിയെ പറ്റി ഇപ്പോൾ പറയണ്ട. അതൊക്കെ വരുന്ന കാലം. രാഷ്ട്രീയത്തിൽ ഇന്നതാണ് അങ്ങനെയാണെന്ന് പറയാൻ സാധിക്കില്ല. ഇന്നത്തെ കേരള രാഷ്ട്രീയത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒരു പ്രബലമായ മുന്നണിയായിട്ട് നിലനിൽക്കുന്നുണ്ട്. മറുഭാഗത്ത് നിൽക്കുന്ന ആരെങ്കിലും ഇങ്ങോട്ട് വരിക എന്നുള്ളതോ അവരെ ചാക്കിട്ട് പിടിക്കുകയോ എന്നുള്ളത് CPMന്റെ ഒരു നിലപാടല്ല. എന്നാൽ അവർക്ക് ഓരോരുത്തർക്കും ആലോചിക്കാം, ചിന്തിക്കാം, നിലപാട് സ്വീകരിക്കാം. നിലപാടനുസരിച്ചാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് കൃത്യമായ സമീപനം സ്വീകരിക്കുക. അതിൽ വിട്ടുവീഴ്ചയൊന്നുമില്ല. നിങ്ങളെന്തിനാ അവരെ വ്യക്തമാകുന്നത്? അല്ല, ഞാനതാ പറഞ്ഞു. അവർക്ക് വേണ്ടി ഞങ്ങളെന്ന് പറയേണ്ട കാര്യം നമുക്കുള്ളത്. അവരെത്തിച്ചേർന്ന ഒരു പ്രത്യേക അപകടസന്ധിയാണ്. അവരെന്നെയാണ് പറയുന്നത്. ഇവരുമായി ചേർന്നാൽ എന്താ കുഴപ്പം? അവരോട് നിങ്ങൾ എന്ത് പറയുന്നത്? എന്ത് പറയണമെന്നാണ്? എന്തുകൊണ്ടാണ് മുക്തമാവാൻ കഴിയാതിരുന്നത് എന്ന് ഞാൻ വിശദീകരിച്ചിട്ടുണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കാനിട്ടാണ്. നിങ്ങൾക്ക് താല്പര്യമുള്ളത് മാത്രമേ നിങ്ങൾ ശ്രദ്ധിക്കുന്നുള്ളൂ. ഞാൻ പറയുമ്പോൾ ഒരു കാര്യം പറഞ്ഞു. ന്യൂനപക്ഷ ജനവിഭാഗങ്ങൾക്കിടയിൽ പഴയകാലത്ത് സ്വാധീനമില്ലാത്ത ഒരു പാർട്ടിയായിരുന്നു CPM. ഇന്ന് മലപ്പുറം ജില്ല ഉൾപ്പെടെയുള്ള ന്യൂനപക്ഷ ഭൂരിപക്ഷമുള്ള മേഖലയിൽ
കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് പ്രബലമായ ഒരു കരുത്താണ്. ഈ കരുത്തിനെ നേരിടാനാണ് ഇവർ യഥാർത്ഥത്തിൽ ജമായത്ത് ഇസ്ലാമിയെയും SDP-യെയും അതിന്റെ ഗുണഭോക്തായി കോൺഗ്രസും ലീഗും ചേർന്ന് ഈ പ്രവർത്തനം മുഴുവൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് ഞാൻ ഇതിനിടയിൽ പറഞ്ഞു തന്നെയാണ്. പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായില്ല എന്ന് മാത്രമേ. ഒരു സംശയമില്ല. അതെ, ലീഗ് ചിന്തിക്കട്ടെ. അവർ ചിന്തിക്കാനല്ലേ ഇതെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളിതെല്ലാം പറയുന്നതിനാണ്. ഇവരെല്ലാം ചിന്തിക്കേണ്ടവർ. അതിപ്പോ കോൺഗ്രസ് എന്ന് പറയാൻ കോൺഗ്രസിന്റെ അകത്ത് വളരെ വളരെ ഗൌരവതരമായ ചർച്ച വരില്ലേ? നിങ്ങളിതിനെ ലീഗിനെ മാത്രം പറയുന്നത്. ലീഗിന്റെ അകത്തും വരും, കോൺഗ്രസിന്റെ അകത്തും വരും. ഇവർക്കെല്ലാമിടയിൽ വലിയ രീതിയിലുള്ള ചർച്ച ഉണ്ടാകുക തന്നെ ചെയ്യും. ഇവരെല്ലാം ഞാനത് പറഞ്ഞല്ലോ, ഞാൻ ഉപയോഗിച്ച പദം തന്നെയാണ്. ദൂരവ്യാപകമായ ഫലമുളവാക്കുന്ന പ്രത്യാഘാതങ്ങൾ ഉണ്ടാവുന്നതാണ്. അത് ലീഗിലും ഉണ്ടാവും, കോൺഗ്രസിലും ഉണ്ടാവും. BJP-ക്കെതിരായ സന്ധിയില്ലാത്ത പോരാട്ടത്തിലെ ഇന്ത്യൻ മുഖമാണ് CPIM, അല്ലാണ്ട് കോൺഗ്രസ് അല്ല. ഞാനത് ദേശീയ അടിസ്ഥാനത്തിൽ പറഞ്ഞുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. എന്താണ് പറഞ്ഞത്? അല്ലേ, അതല്ല ഞാൻ പറഞ്ഞത് എന്താണെന്ന് ഞാൻ ചോദിച്ചത്. അതായത് വർഗീയതക്കെതിരായി BJP-ക്കെതിരായി ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട മുഖമാണ് CPIM. അതിനോട് മത്സരിക്കാൻ കഴിയുന്ന ഒരൊറ്റ പാർട്ടിയും ഇന്ന് ഈ ഇന്ത്യയിലില്ല, ഇടതുപക്ഷ പ്രസ്ഥാനം എന്ന രീതിയിൽ. അതുകൊണ്ട് ഒരു വിട്ടുവീഴ്ചയില്ലാതെ BJP എതിർക്കുന്ന പാർട്ടിയാണ്. പിന്നെ VD സതീശൻ കേട്ടാ വിചാരിക്കും പ്രധാനപ്പെട്ട പാർട്ടി നേതാവായിരുന്ന ഞങ്ങളുടെ സീതാറാം യെച്ചൂരിയെ പറ്റി നല്ല പഠനം നടത്തിയിരുന്നു. ഇപ്പോൾ ഉള്ള മുമ്പത്തെ സെക്രട്ടറി തന്നെയാണല്ലോ പ്രകാശ് കാരാട്ടിനെ പറ്റി നല്ല പഠനം നടത്തിയിരുന്നു. ഒരു കാര്യവും പഠിച്ചിട്ടില്ല, വായിച്ചിട്ടുമില്ല, വെറുതെ പറയാം. ഞങ്ങളുടെ രാഷ്ട്രീയ പ്രമേയം കൃത്യമായിട്ട് നമ്മുടെ മുമ്പിലുണ്ട്. പാർട്ടി പരിപാടിയിലെ 7ാമത്തെ അധ്യായത്തിലെ 14ാമത്തെ ഖണ്ഡിക RSനെ പറ്റിയാണ് ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അതേപോലെ 22ാം പാർട്ടി കോൺഗ്രസിലെ രേഖ, 23ാം പാർട്ടി കോൺഗ്രസിലെ രേഖ, അതൊക്കെ യെച്ചൂരി ഉള്ളപ്പോൾ തന്നെ എഴുതി തയ്യാറാക്കിയ രേഖ തന്നെയാണ്. ആ രേഖയിൽ നിന്ന് അല്പം മുന്നോട്ടേക്ക് പോയി BJP-യെ ന്യൂ ഫാസിസ്റ്റിക് എന്ന പദത്തോടുകൂടിയാണ് ശക്തിയായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് എതിർക്കുന്നത്. ആ എതിർക്കുന്നതിന്റെ അപ്പുറത്തൊരു പദവും ഇതിനു മുമ്പ് ഒരിക്കലും ഉപയോഗിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അത് യെച്ചൂരി പ്രകാശ് കാരാട്ട് തന്നെ പറഞ്ഞു. ഒന്നും വായിക്കുകയോ മനസ്സിലാക്കുകയോ ചെയ്യാതെ വെറുതെ പറഞ്ഞുകൊണ്ടിരിക്കുക. ആരോ പറഞ്ഞു കൊടുക്കുന്ന ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. തീരെ ഹോംവർക്ക് ഇല്ലാണ്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുക. ഇതന്നെ ദിശാവോ, ഇതിനപ്പുറത്ത് ദിശാമ്പോ കൊണ്ട് ഇതിനപ്പുറത്ത് അത് ഞങ്ങൾ ഇത് എല്ലാം കൂടി ചർച്ച ചെയ്ത് വന്നു കഴിഞ്ഞാൽ രേഖയായല്ലോ. ഇപ്പം രേഖയല്ല, ചർച്ച ചെയ്യാൻ വേണ്ടിയുള്ള രേഖയാണ്. അത് ചർച്ച ചെയ്ത് കഴിഞ്ഞതിന് ശേഷം വിഷമിക്കേണ്ടാന്ന് 4 ദിവസമല്ലേ കൊണ്ടുപോകും. ഇന്നിപ്പോ 6 7, 8, 9 കഴിയുമ്പോഴേക്ക് ഫൈനലൈസ് ചെയ്യും. അപ്പോൾ ഒരു 10 or 11 കഴിയുമ്പോഴേക്ക് നിങ്ങൾക്ക് ഞങ്ങളുടെ രേഖ തരാം. അപ്പോൾ നിങ്ങൾക്ക് അന്ന് രഹസ്യമായിട്ട് വെക്കുന്ന കാര്യമൊന്നുമില്ല, പരസ്യമായിട്ട് കൊടുക്കാൻ തന്നെ. നിങ്ങൾ നോക്കിയാൽ മതി എവിടെയുള്ളത്. അതായത് അത് തന്നെയാണോ ഇത് എന്ന് ചോദിച്ചാൽ തെറ്റാണ്. അത് കൂടി ചേർന്നതാണിത്. കാരണം അതിനുശേഷമുണ്ടാകുന്ന മാറ്റങ്ങൾ കൂടി ചേർന്നുകൊണ്ട് മാത്രമേ പുതിയതിനെ മനസ്സിലാക്കാനും സമീപിക്കാനും സാധിക്കൂ. അതാണ് അതിന്റെ ഡയലക്റ്റിക്കൽ പ്രിൻസിപ്പിൾ. നോക്കുന്നത് നിങ്ങളെന്ന് നോക്കി പറ അവിടെയുള്ളത് എന്താ അറിയില്ല. അതിനൊന്നും ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ഇവിടെ രേഖ ചർച്ച ചെയ്യാൻ വേണ്ടി വന്നു. നിങ്ങളുടെ ആടെ പോയി, 2ാമത്തെ ആളവിടെ പോയി, 4ാമത് കുഞ്ഞിരാമനോടെയാണ് പോയത്, 4ാമനോടെയാണ് പോയി ചൊല്ലി MLA കാണുന്നില്ല. നോക്കിയാൽ മതി എവിടെയായിട്ടായിരുന്നു. നിങ്ങൾക്കല്ലേ നിങ്ങളുടെ കയ്യിലല്ലേ ഈ സാധനമല്ലേ ഉള്ളൂ. വെറുതെ വേണ്ടാതെ ഒരു ചോദ്യം. അതേന്ന് അതുകൊണ്ടെന്താ കുഴപ്പം? പാർട്ടി കോൺഗ്രസിന്റെ അകത്ത് നമ്മുടെ പാർട്ടി MLA-മാരും വന്നിട്ടുണ്ടോ? അതന്നെയാ പറഞ്ഞത്. ആ സമ്മേളനത്തിന്റെ അകത്ത് എല്ലാ MLA-മാരോ MP-മാരോ ഉണ്ടാവില്ല. അത് ഉണ്ടോ? സ്വാസംഗത്തിലാണ്, സ്വാസംഗം തന്നെയാണ്. അത് നിങ്ങൾ ചോദിച്ച ചോദ്യം അതൊന്നുമല്ല. നിങ്ങൾ അയാളെ എവിടെയുള്ളത്? എനിക്കെങ്ങനെ ഇപ്പോൾ ഞാനിവിടെ പത്രസമ്മേളനം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ എനിക്ക് കണ്ടുപിടിച്ച് പറയാൻ പറ്റും? നിങ്ങളെ നോക്കണ്ടേ?